ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും വിനീസ് എഡ്യൂക്കേലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ക്ലാസ് 12 ഫ്ലമിംഗോ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലെസൺ നമ്പർ 5 ഇൻഡിഗോ അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ്. ഇത് എഴുതിയേക്കുന്നത് ലൂയിസ് ഫിഷർ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിജിയെ ഇൻ്റർവ്യൂ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ലൈഫിലെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും ഇടവന്നു. അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെയും ആ ഒരു നോളജിൻ്റെയും ബേസിസിലാണ് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയത്, ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി. And this book has been reviewed as one of the best books ever written on Gandhiji by the Times Educational Supplement. റൈറ്റ്. അപ്പം ഇദ്ദേഹം ഗാന്ധിജിയെ കാണാൻ പോയപ്പോൾ ഗാന്ധിജി അദ്ദേഹത്തിനോട് പറയാണ്, ഞാൻ എങ്ങനെയാണ് ബ്രിട്ടീഷേഴ്സിനെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കാനുള്ള ആ ഒരു പ്രയത്നം തുടങ്ങിയത്, അത് ഞാൻ താങ്കളോട് പറയാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സെപ്റ്റ് എഴുതിയേക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ആൻ എക്സെപ്റ്റ് ടേക്കൻ ഫ്രം ദ ബുക്ക് ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി, വിച്ച് ഈസ് regarded as one of the best writer or one of the best books written on Gandhiji by Times Educational Supplement. അപ്പോൾ ഇതൊക്കെ one word MCQ questions ഒക്കെ ആയിട്ട് വരാം. So you have to remember all these things. So without much delay, let's get into the chapter. When I first visited Gandhiji in 1942 at his ashram in Sevagram in central India, he said, I will tell you how it happened that I decided to urge the departure of British. It was in 1917 ആദ്യമായിട്ട് ബ്രിട്ടീഷേഴ്സിനെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കാനുള്ള പ്രയത്നം ഗാന്ധിജി തുടങ്ങിയത്. അതെങ്ങനെയാണ് തുടങ്ങിയതെന്നുള്ളത് ഞാൻ താങ്കളോട് പറയാം എന്ന് റൈറ്ററിനോട് പറയുകയാണ് ഗാന്ധിജി. വെൻ റൈറ്റർ ഹാഡ് വിസിറ്റഡ് ഹിം ഇൻ 1942. He had gone to the December 1916 annual convention of the Indian National Congress Party in Lucknow. There were 2,301 delegates and many visitors. During the proceedings, Gandhiji recounted, a peasant came up to me looking like any other peasant in India, poor and emancipated, and said, I am Rajkumar Shukla. I am from Champaran and I want you to come to my district. Gandhiji had never heard of the place. It was in the foothills of towering Himalayas near the kingdom of Nepal. സോ ഗാന്ധിജി പറഞ്ഞു തുടങ്ങിയാണ്, 1917 ഞാൻ ആദ്യമായിട്ട് ബ്രിട്ടീഷേഴ്സിനെതിരായിട്ട് അവരെ നമ്മുടെ രാജ്യത്ത് നിന്നും പുറത്താക്കാനുള്ള പ്രയത്നം തുടങ്ങിയത്. അത് എങ്ങനെയാണ് തുടങ്ങിയെന്ന് വെച്ചാൽ 1916, അതിന് ഒരു കൊല്ലം മുമ്പ് നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ആനുവൽ കൺവെൻഷനായ മീറ്റിങ്ങിൽ, അതായത് വർഷത്തിൻ്റെ അവസാനത്തെ മാസം കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ അവിടെ 2301 ഡെലിഗേറ്റ്സും വേറെ കുറേ വിസിറ്റേഴ്സും ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഒരു പെസൻറ്റ് ഗാന്ധിജീനെ കാണാൻ വന്നു. ആ പെസൻറ്റ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് രാജ്കുമാർ ശുക്ല എന്ന പേരുമായിട്ടാണ്. ആൻഡ് ഹി സെഡ് ദാറ്റ് ഹി ഹാസ് കം ഫ്രം a place called Champaran. ആൻഡ് ഗാന്ധിജിയോട് റിക്വസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഗ്രാമം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിക്റ്റിലോട്ട് വരാൻ. ഈ ഒരു പ്ലേസിനെ പറ്റി ഗാന്ധിജി കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയായാലും ആ ഒരു പ്ലേസ് ഹിമാലയാസിൻ്റെ താഴ്വരയിലുള്ള പ്ലേസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് നിയർ ടു നേപ്പാൾ. Under an ancient arrangement, the Champaran peasants were sharecroppers. Rajkumar Shukla was one of them. He was illiterate but resolute. Now, ഈ രാജ്കുമാർ ശുക്ല വന്നപ്പോൾ അദ്ദേഹം ഏതൊരു ഇന്ത്യൻ ഫാർമറിനെ പോലെയും വളരെ പുവർ ആൻഡ് വളരെ വീക്കായിരുന്നു. ഇന്ത്യയിലെ എല്ലാ ഫാമേഴ്സിൻ്റെയും സ്ഥിതി അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് രാജീവ് കുമാർ ശുക്ല വാസ് നോ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. നൗ പഴയ കാലത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ഫോളോ ഓൺ ചെയ്ത് വന്ന രീതിയിൽ തന്നെ ചമ്പാരനിലും കൃഷിക്കാർ, അതായത് ഫാമേഴ്സിന് ഷെയർ ക്രോപ്പേഴ്സ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഷെയർ ക്രോപ്പേഴ്സ് എന്ന് വെച്ചാൽ ഓണേഴ്സ് ലാൻഡ് പാട്ടത്തിന് കൊടുക്കും അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കും. ഇനി റെൻറ്റായിട്ട് എന്താണ് ഈ ഫാമേഴ്സ് കൊടുക്കുന്നത്? അവർ സ്വയം ബുദ്ധിമുട്ടി കൃഷി ചെയ്തുണ്ടാക്കുന്ന ആ ഒരു ക്രോപ്പിൻ്റെ ഒരു ശതമാനം ഈ ലാൻഡ് ഓണേഴ്സിനെ കൊണ്ടുപോയി കൊടുക്കണം. അതിനെയാണ് ഷെയർ ക്രോപ്പേഴ്സ് എന്ന് പറയുന്നത്. രാജ്കുമാർ ശുക്ലയും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ആൾ ഇല്ലിറ്ററേറ്റ് ആയിരുന്നെങ്കിലും ഭയങ്കര ഉറച്ച വിശ്വാസമുള്ള ആളായിരുന്നു, ഡിറ്റർമിൻഡ് ആയിരുന്നു. ആൻഡ് ഹി ഹാഡ് കം ടു ദി കോൺഗ്രസ് സെഷൻ ടു കംപ്ലെയിൻ അബൌട്ട് ദി ഇൻജസ്റ്റിസ് ഓഫ് ദി ലാൻഡ് ലോഡ് സിസ്റ്റം ഇൻ ബീഹാർ. ബീഹാറിലെ ലാൻഡ് ലോഡ്സിൻ്റെ എതിരായിട്ട് കംപ്ലെയിൻറ്റും കൊണ്ടാണ് രാജ്കുമാർ ശുക്ല അന്ന് അവിടെ ഗാന്ധിജിയെ കാണാൻ വന്നത്. കാരണം
ഈ ഒരു പ്രോബ്ലം ആരോടോ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞായിരുന്നു, ഇതിനൊരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ താങ്കൾ പോയി ഗാന്ധിജിയോട് സംസാരിക്കണം, സ്പീക്ക് ടു ഗാന്ധി എന്നാണ് ആൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അതനുസരിച്ച് അദ്ദേഹം ഗാന്ധിജിനെ കണ്ട് സംസാരിക്കാൻ എത്തിയതായിരുന്നു. ഗാന്ധിജി told Shukla he had an appointment in Kanpur and was also committed to go to other parts of India. Shukla accompanied him everywhere. When Gandhi returned to his ashram near Ahmedabad, Shukla followed him to the ashram. For weeks he never left Gandhiji's side. So this actually shows how determined Shukla was. ഗാന്ധിജി പറഞ്ഞു, നോക്കൂ, എനിക്ക് പല അപ്പോയിൻമെൻറ്റ്സും ഉണ്ട്, ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്ത അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്, എനിക്ക് കാൺപൂരിൽ പോകണം, എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ വേറെ പല പാർട്സിലും പോകാനുണ്ട്. ശുക്ല പറഞ്ഞു, കുഴപ്പമില്ല, ഗാന്ധിജിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് മാത്രം എന്നെ കൂടെ വന്നാൽ മതി. അതും പറഞ്ഞ് ഗാന്ധിജിയുടെ കൂടെ തന്നെ എല്ലായിടത്തും പോയി. അപ്പോൾ അങ്ങനെ ഗാന്ധിജിയുടെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി അപ്പോയിൻറ്റ്മെൻറ്റ് കൊടുത്തിരുന്ന എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തിട്ട് അദ്ദേഹം അഹമ്മദാബാദിൽ ആശ്രമത്തിൽ തിരിച്ചെത്തി. അവിടെയും ശുക്ല എന്ന് പറയുന്ന ഈ വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. കുറേ വീക്സ് ഗാന്ധിജിയുടെ കൂടെ തന്നെ ഇരുന്ന് അവസാനം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഗാന്ധിജിയോട് യാചിച്ചു. ഫിക്സ് എ ഡേറ്റ്, ഹി ബെഗ്ഡ്. ഇംപ്രസ്ഡ് ബൈ ദ ഷെയർക്രോപ്പേഴ്സ് tenacity and story, Gandhi said, I have to be in Calcutta on such and such a date. Come and meet me and take me from there. അപ്പോൾ എനിക്ക് ഇന്ന ദിവസം കാൽക്കട്ടയിൽ പോകാനുണ്ട്, അന്ന് കാൽക്കട്ടയിൽ വന്നിട്ട് അവിടെ നിന്നും എന്നെ നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലോട്ട്, അതായത് ചമ്പാരനിലോട്ട് കൊണ്ടുപോയിക്കോളൂ എന്നുള്ള അനുവാദം കൊടുത്തു. Months passed. Shukla was sitting on his haunches at the appointment spot in Calcutta when Gandhiji arrived. He waited till Gandhi was free. Then the two of them boarded a train for the city of Patna in Bihar. There, Shukla led him to the house of a lawyer named Rajendra Prasad, who later became president of the Congress Party and of India. Rajendra Prasad was out of town, but the servants knew Shukla as a poor yeoman who pestered their master to help the Indigo sharecroppers. So they let him stay on the grounds with his companion, Gandhi, whom they took to be another peasant, but Gandhiji was not permitted to draw water from the well lest some drops from his bucket pollute the entire source. How do they know that he was not an untouchable? So, ഗാന്ധിജി പറഞ്ഞ പ്രകാരം ആ ഡേറ്റും കാത്ത് ശുക്ല ഇരുന്നു. ആൻഡ് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ ഒരു ഡേറ്റ് വന്നെത്തിയപ്പോൾ ശുക്ല ഹി വാസ് വെയിറ്റിംഗ് ദെയർ അറ്റ് ദ അപ്പോയിൻമെൻറ്റ് സ്പോട്ട് ഇൻ കാൽക്കട്ട. ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട്. ഹഞ്ചസ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തിയിരിക്കുക, റൈറ്റ്. ദെൻ അവിടെ ഗാന്ധിജി എത്തിയപ്പോൾ ഗാന്ധിജി ഫ്രീ ആവാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ട്രെയിൻ കയറിയിട്ട് പട്ന, ബീഹാറിലുള്ള പട്നയിലോട്ട് പുറപ്പെട്ടു. അവിടെ ശുക്ല നേരെ അദ്ദേഹത്തിനെ കൊണ്ടുപോയത് രാജേന്ദ്ര പ്രസാദ്, നമ്മളുടെ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, രാജേന്ദ്ര പ്രസാദ്, ഹു വാസ് എ ലോയർ ഫസ്റ്റ്, അദ്ദേഹത്തിൻ്റെ അടുത്തോട്ടാണ് കൊണ്ടുപോയത്. അവിടെ പോയപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ സെർവൻസ് അവരോട് രണ്ടുപേരോടും ഇരിക്കാൻ പറയും. ഇനി സെർവൻസിന് നന്നായി പരിചയമുണ്ടായിരുന്നു ശുക്ലനെ, കാരണം അദ്ദേഹം എപ്പോഴും വക്കീലായ രാജേന്ദ്ര പ്രസാദിനെ കാണാൻ വരുമായിരുന്നു. അപ്പോൾ ഒപ്പം വന്ന ആളും അദ്ദേഹത്തെ പോലെ തന്നെ ഒരു കൃഷിക്കാരനാണ് എന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരോടും അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ വെള്ളം ദാഹിച്ചപ്പോൾ ഗാന്ധിജി വെള്ളം കുടിക്കാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് കുടിക്കാൻ പോയപ്പോഴത്തേനും അത് സമ്മതിച്ചില്ല. കാരണം ആ സമയത്തും നമ്മളുടെ ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി വാസ് ദെയർ. ഓക്കെ, സോ ഗാന്ധിജി ഈ പ്രസിഡൻറ്റിനോട് വന്നപ്പോൾ ഗാന്ധിജിയും ഒരു അൺടച്ചബിൾ ആണെന്ന് അവർ വിചാരിച്ചു. കാരണം ഗാന്ധിജി ആരാണെന്നുള്ളത് അറിയാനുള്ള വകുപ്പ് അവർക്ക് ഉണ്ടായിരുന്നില്ല, അവർക്ക് ഗാന്ധിജിനെ മനസ്സിലായില്ല. അതുകൊണ്ട് ഗാന്ധിജി അൺടച്ചബിൾ അല്ല എന്നുള്ളത് അവർക്ക് അറിയുണ്ടായിരുന്നില്ല. സോ എനിവേസ് ഹി വാസ് നോട്ട് അലൗഡ് ടു ഡ്രോ വാട്ടർ ഫ്രം ദി വെൽ, ബിക്കോസ് അദ്ദേഹം അൺടച്ചബിൾ ആണെന്ന് കരുതി അദ്ദേഹം വെള്ളം കോരുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഡ്രോപ്സ് അല്ലെങ്കിൽ ആ വെള്ളം തൊട്ടാൽ ആ കിണറ്റിലെ വെള്ളം മൊത്തം അശുദ്ധിയായി പോകും എന്നുള്ളൊരു ധാരണ കൊണ്ട് അവർ വെള്ളം കോരാൻ സമ്മതിച്ചില്ല. സോ this particular thing shows that untouchability was also there, along with all the cruelties that were happening around because of the Britishers. Gandhiji decided to go first to Muzaffarpur,
which was en route to Champaran to obtain more complete information about conditions that Shukla was capable of imparting. So Shukla കുറേ കാര്യങ്ങൾ ഗാന്ധിജിയോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ഡിസൈഡ് ചെയ്ത് ആദ്യം ഞാൻ മുസഫർപൂർ എന്ന സ്ഥലത്ത് പോയിട്ട്, അത് ചമ്പാരനിലോട്ട് പോകുന്ന വഴിയിൽ തന്നെയായിരുന്നു, അവിടെ പോയിട്ട് കുറച്ചും കൂടി ഒന്ന് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യട്ടെ ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് ഓൾറെഡി ശുക്ല ഹാസ് ഗിവൻ. He accordingly sent a telegram to Professor J.B. Kripalani of the Arts College in Muzaffarpur, whom he had seen at ടാഗോസ് ശാന്തിനികേതൻ സ്കൂൾ. അപ്പം മുസഫർപൂരിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ JB കൃപാലിനിക്ക് ടെലിഗ്രാം അടിച്ചു, വരുന്നുണ്ടെന്ന് അറിയിച്ച് ടെലിഗ്രാം അടിച്ചു. അദ്ദേഹത്തിനെ എവിടെ വെച്ചാണ് കണ്ടിരുന്നത്? ഗാന്ധിജി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ശാന്തിനികേതൻ എന്ന സ്കൂളിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടത്. The train arrived at midnight, 15 April 1917. ഏപ്രിൽ 15 1917 മുസഫർപൂരിൽ ഈ ട്രെയിൻ എത്തുന്നത്. കൃപാലിനി വാസ് വെയിറ്റിംഗ് അറ്റ് ദ സ്റ്റേഷൻ വിത്ത് എ ലാർജ് ബോഡി ഓഫ് സ്റ്റുഡൻസ്. കുറേ അധികം സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പുമായിട്ടാണ് ഇദ്ദേഹം ഗാന്ധിജീനെ എതിരേൽക്കാൻ ആ സ്റ്റേഷനിൽ വന്നത്. ഗാന്ധിജി സ്റ്റേഡ് ദെയർ ഫോർ 2 days വിത്ത് ദി ഹോം ഓഫ് പ്രൊഫസർ മൽക്കാനി, എ ടീച്ചർ ഇൻ എ ഗവൺമെൻറ് സ്കൂൾ. ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായ പ്രൊഫസർ മൽക്കാനിയുടെ വീട്ടിലാണ് 2 ദിവസത്തിന് ഗാന്ധിജി താമസിച്ചത്. It was an extraordinary thing in those days, Gandhiji commented, for a government professor to harbor a man like me. In smaller localities, the Indians were afraid to show sympathy for advocates of home rule. Now, ഗാന്ധിജി പറയുന്നത് അദ്ദേഹം, അതായത് പ്രൊഫസർ മൽക്കാനി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് പോലും എന്നെ പോലെ ഒരു ആളെ അദ്ദേഹം വീട്ടിൽ താമസിപ്പിക്കാൻ മടി കാണിച്ചില്ല. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ് സെർവൻറ്റ് എന്ന് പറയുന്നത് ഏത് ഗവൺമെൻറ് സെർവൻറ്റാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് സെർവൻറ്റ് അല്ലേ? അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് എതിരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാന്ധിജീനെ വീട്ടിൽ താമസിപ്പിച്ചാൽ അതൊരു ക്രൈമായിട്ട് കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം അത് വകവയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗാന്ധിജീനെ താമസിപ്പിച്ചു. റൈറ്റ്. സോ അഡ്വക്കേറ്റ്സ് ഓഫ് ഹോം റൂൾ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു വാണ്ട് ദ ഗവൺമെൻറ് ഓഫ് ദെയർ ഓൺ, അതായത് ബ്രിട്ടീഷേഴ്സിൻ്റെ ഗവൺമെൻറ്റിനെ മാറ്റിയിട്ട് സ്വന്തം ആൾക്കാരുടെ ഗവൺമെൻറ് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് അഡ്വക്കേറ്റ്സ് ഓഫ് ഹോം റൂൾ. അതായത് ഹോം റൂൾ വരണം, ഈ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരെ തന്നെ ഭരിക്കുന്ന ഒരു കാലം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് അഡ്വക്കേറ്റ്സ് ഓഫ് ഹോം റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് സെർവൻ്റ് ആയിട്ട് പോലും തൻ്റെ വീട്ടിൽ താമസിക്കാൻ മനസ്സ് കാണിച്ച ആ ഒരു പ്രൊഫസർ മൽക്കാനിനെ ഗാന്ധിജി പ്രശംസിക്കുന്നു. The news of Gandhiji's advent and of the nature of his mission spread quickly through Muzaffarpur and to Champaran. സോ ഗാന്ധിജി ഇങ്ങനെയൊരു മിഷനിൽ പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് മുസഫർപൂരിലും അതേപോലെ തന്നെ ചമ്പാരനിലും വളരെ അധികം സ്പീഡിൽ സ്പ്രെഡായി. ഷെയർ ക്രോപ്പേഴ്സ് ഫ്രം ചമ്പാരൻ began arriving on foot and by conveyance to see their champion. Muzaffarpur lawyers called on Gandhiji to brief him. They frequently represented peasant groups in court. They told him about their cases and reported the size of their fee. Now, ഈ ഒരു ഷെയർ ക്രോപ്പേഴ്സിന് വേണ്ടിയുള്ള ഒരു ആന്തോലനം തുടങ്ങിക്കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ പല ദിക്കിൽ നിന്നും ആൾക്കാർ നടന്നും വണ്ടി ഉപയോഗിച്ചും ഒക്കെ ഗാന്ധിജിയുടെ അടുത്ത് എത്താൻ തുടങ്ങി. ആ കൂട്ടത്തിൽ വന്നവരാണ് കുറച്ച് വക്കീലന്മാർ. ഈ വക്കീലന്മാരുടെ കയ്യിൽ ഈ ഷെയർ ക്രോപ്പേഴ്സിൻ്റെ കുറേ കേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഗാന്ധിജിയോട് പറഞ്ഞിട്ട് അവർ ആ കേസിന് വേണ്ടി ഈ ഫാമേഴ്സിൽ നിന്നും ഈടാക്കുന്ന ഫീസും പറഞ്ഞു. ഗാന്ധിജിക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നിട്ട് അദ്ദേഹം ഈ ലോയേഴ്സിനെ ചീത്ത പറഞ്ഞു. സോ ഗാന്ധിജി chided the lawyers for collecting big fees from the sharecroppers. ഈ പാവപ്പെട്ട ഈ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇത്രയും വലിയ ഫീസ് ഈടാക്കുന്നതിന് ഗാന്ധിജി അവരെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ലോയേഴ്സിനെ സ്കൂൾഡ് ചെയ്തു. He said, I have come to the conclusion that we should stop going to law courts. Taking such cases to the courts does little good. Where the peasant are so crushed and fear-stricken, law courts are useless. The real relief for them is to be free from fear.
സോ വാട്ട് ഈസ് ഗാന്ധിജി സേയിങ്? ഗാന്ധിജി സേയിങ് ദാറ്റ് ഇങ്ങനെ കേസൊക്കെ ആയിട്ട് കോർട്ടിലൊന്നും പോയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം നമ്മളുടെ പെസൻസ് ഒക്കെ വളരെ അധികം പേടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഈ പേടിച്ചിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയി കോടതിയിൽ നിർത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ഏറ്റവും ആദ്യം അവർ ഉള്ളിലത്തെ ആ ഒരു പേടിനെ മാറ്റുക, അവരെ ഫ്രീ ഓഫ് ഫിയർ ആക്കുക. ദേ ഹാവ് ടു ബി ഫ്രീ ഫ്രം ദി ഫിയർ ദാറ്റ് ദേ ഹാവ് ഇൻസൈഡ് ദിയർ ഹാർട്ട് ആൻഡ് ഇൻ ദിയർ മൈൻഡ്. അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത്. മോസ്റ്റ് ഓഫ് ദി അറേബിൾ ലാൻഡ് ഇൻ ദ ചമ്പാരൻ ഡിസ്ട്രിക്ട് വാസ് ഡിവൈഡഡ് ഇൻ ടു large estates owned by Englishmen and worked by Indian tenants. Arable means the area which can be cultivated. അതായത് നല്ല വിളവ് കിട്ടാൻ സാധ്യതയുള്ള ഭൂമി. സോ അങ്ങനത്തെ ഭൂമിയുടെ മെജോറിറ്റി ഓഫ് പാർട്ടിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചമ്പാരൻ ഡിസ്ട്രിക്റ്റിൽ ദ ലാൻഡ് വിച്ച് വാസ് ഓൺഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ദാറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു ലാർജ് എസ്റ്റേറ്റ്സ്, റൈറ്റ്. ആൻഡ് ദെൻ അതിനകത്ത് ഇന്ത്യൻ വർക്കേഴ്സ്, അതായത് ഇന്ത്യൻ ഫാമേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു, ജോലി ചെയ്യിപ്പിക്കും. ദ ചീഫ് കമേഴ്ഷ്യൽ ക്രോപ്പ് വാസ് ഇൻഡിഗോ. എന്താണ് അവിടെ വളർത്തിക്കൊണ്ടിരുന്നത്? ഇൻഡിഗോ എന്ന് പറയുന്ന പ്ലാന്റ്. ദി ലാൻഡ് ലോർഡ്സ് കമ്പൽഡ് ഓൾ ടെനൻറ്റ്സ് ടു പ്ലാന്റ് 3/20 of 15% of their holdings with indigo and surrender the entire indigo harvest as rent. This was done by long-term contract. സോ എന്താണ് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യൻ ഫാമേഴ്സിനെ കൊണ്ട് നിർബന്ധപൂർവ്വം ചെയ്യിപ്പിച്ചത്? 15% ഓഫ് ദെയർ ലാൻഡ്, അതായത് ഈ ഭൂമി കൃഷി ചെയ്യാൻ കൊടുത്തിരുന്ന ഭൂമിയുടെ 15% ഭൂമിയിൽ അവരെന്ത് ചെയ്യണം? ഇൻഡിഗോ കൃഷി ചെയ്യണം. എന്നിട്ട് ആ ഫുൾ കൃഷി ചെയ്യുന്ന ഇൻഡിഗോ റെൻറ്റിൻ്റെ രീതിയിൽ, റെൻറ്റ് എന്ന നിലയിൽ ഈ ഇംഗ്ലീഷ്മെന് തിരിച്ചു കൊടുക്കണം. ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്താലത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ആ പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പീസ് ഓഫ് ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി അങ്ങ് കുറഞ്ഞു പോകും, റൈറ്റ്. സോ ബ്രിട്ടീഷേഴ്സ് അത് നിർബന്ധപൂർവ്വം ചെയ്യിപ്പിച്ചു. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഫാമേഴ്സിന് അത് ചെയ്യേണ്ടി വന്നു. Presently, the landlords learned that Germany had developed synthetic indigo. They thereupon obtained agreements from the sharecroppers to pay them compensation for being released from the 15% arrangement. ഈ സമയത്താണ് ജർമ്മനിയിൽ സിന്തറ്റിക് ആർട്ടിഫിഷ്യൽ ഇൻഡിഗോ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കുന്നു എന്നറിയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കുമ്പോൾ ഈ കൃഷി ചെയ്യുന്നതിനെക്കാട്ടിലും വില കുറയും. അത് അറിഞ്ഞപ്പോൾ, ആ ഒരു സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ ലാൻഡ് ലോർഡ്സ് ഇംഗ്ലീഷ്മെൻ എന്ത് ചെയ്തു? ഇംഗ്ലീഷ്മെൻ വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ഫാമേഴ്സിനോട് പറഞ്ഞു, ശരി, നിങ്ങളെ ഈ ഒരു ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുന്നതിൽ നിന്നും റിലീസ് ചെയ്യാം, പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് കാശ് ഇങ്ങോട്ട് തരണം. സോ നമ്മളുടെ ഫാമേഴ്സിന് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, അത്രയും ലാൻഡ് പിന്നീട് ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് അത് മാത്രമല്ല, ഈ കൃഷി ചെയ്യുന്ന അത്രയും ഇൻഡിഗോയും ബ്രിട്ടീഷേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഈ രണ്ട് കാരണത്താൽ എങ്ങനെയെങ്കിലും ആ ഒരു കൃഷി വേണ്ടാന്ന് വയ്ക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ഫാമേഴ്സ്. ആ സമയത്താണ് ബ്രിട്ടീഷേഴ്സ് വന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളത് അതിൽ നിന്നും ഫ്രീ ആക്കി തരാം, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് കുറച്ച് കാശ് തരണം. അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി കുറേ പേര് അത് സമ്മതിച്ചു. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇൻഡിഗോ കൃഷിയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഇനി ആരെങ്കിലും അത് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിനകത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരെ ഗുണ്ടകളെ അയച്ചും വേറെ പല രീതിയിലും ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ടും ഇതിന് സമ്മതിപ്പിച്ചു. The sharecropping arrangement was irksome to the peasants, and many signed willingly. Those who resisted engaged lawyers. The landlords hired thugs. Meanwhile, the information about synthetic indigo reached the illiterate peasants who had signed and they wanted their money back. So sharecropping arrangement വളരെ ട്രബിൾസം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പെസൻസിന്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു എന്തായിരുന്നു കാരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും വേണമെന്ന് വെച്ചിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി പോയി സൈൻ ചെയ്ത് അവർ ഈ ഒരു സമ്മതത്തിന് യെസ് മൂളി. ദോസ് ഹു റെസിസ്റ്റഡ്, വേണ്ട എന്ന് വെച്ചവർ ലോയറിനെ പോയി കാണുകയും ചെയ്തു. അതേപോലെ ഇവരെ നേരിടാൻ വേണ്ടിയിട്ട് ആ ലാൻഡ് ലോർഡ്സ് ഗുണ്ടകളെ അയച്ചു. അതുപോലെ ആ സമയത്താണ് ഈ കൃഷിക്കാരൊക്കെ അറിഞ്ഞത് എന്താണ് ഇങ്ങനത്തെ ഒരു പെട്ടെന്നൊരു എടാപടിയെന്ന് ഇവർ നമുക്ക് ഇതിൽ നിന്നും പിന്മാറാൻ നമ്മളെ പ്രേരിപ്പിച്ചതെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി സിന്തറ്റിക് ഇൻഡിഗോ പല രാജ്യങ്ങളിലും പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി എന്നുള്ളത് മനസ്സിലായപ്പോൾ ഈ
പെസൻസ് പോയി പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ തിരിച്ചു വേണം എന്ന് പറഞ്ഞു. റൈറ്റ്. At this point, Gandhiji arrived in Champaran. ഈ ഒരു സമയത്താണ് ഗാന്ധിജി ചമ്പാരനിൽ എത്തുന്നത്. He began by trying to get the facts. First, he visited the Secretary of British Landlords Association. The secretary told him that they could give no information to an outsider. Gandhiji answered that he was no outsider. So, ആദ്യം ഗാന്ധിജി ചെയ്തത് എന്താ? He went and visited the Secretary of the British Landlords Association. ആ സെക്രട്ടറിക്ക് അറിയായിരുന്നു ഇത് ഒരു പ്രോബ്ലമായി തീരും എന്നുള്ളത്. അപ്പോൾ അയാൾ വലിയ സ്റ്റൈലിൽ പറഞ്ഞു ഞാൻ പുറമേ ഔട്ട്സൈഡേഴ്സിനോടൊന്നും ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഗാന്ധിജി പറഞ്ഞു ഞാനൊരു ഔട്ട്സൈഡർ അല്ല. നെക്സ്റ്റ് ഗാന്ധിജി കോൾഡ് ഓൺ ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽ കമ്മീഷണർ of the Tirhat division in which the Champaran district lay. The commissioner, Gandhi reports, proceeded to bully me and advise me forthwith to leave Tirhat. So, പിന്നെ നെക്സ്റ്റ് പോയത് ബ്രിട്ടീഷ് ഒഫീഷ്യൽ കമ്മീഷണറിൻ്റെ അടുത്താണ്. അത് തിർഹത്ത് എന്നുള്ള ഡിവിഷനിൽ, ചമ്പാരൻ ഡിസ്ട്രിക്റ്റിലെ തിർഹത്ത് എന്നുള്ള ഡിവിഷനിലായിരുന്നു ഈ ഇദ്ദേഹം ഉണ്ടായിരുന്നത്. ആ കമ്മീഷണർ ഗാന്ധിജീനെ ടോർച്ചർ ചെയ്തിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിട്ട് പോകണമെന്ന്. ഗാന്ധിജി ഡിഡ് നോട്ട് ലീവ്. Instead, he proceeded to Motihari, the capital of Champaran. അദ്ദേഹം പോയില്ല, അദ്ദേഹം അതിന് പകരം മോത്തിഹാരി, ചമ്പാരൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായ മോത്തിഹാരിയിലോട്ടാണ് അദ്ദേഹം പോയത്. Several lawyers accompanied him. At the railway station, a vast multitude greeted Gandhi. He went to a house and, using it as headquarters, continued his investigations. A report came in that a peasant had been maltreated in a nearby village. Gandhiji decided to go and see. The next morning, he started out on the back of an elephant. സോ ഗാന്ധിജി മോത്തിഹാരിയിൽ പോയിട്ട് അവിടെ ഒരു വീടിനെ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കിയ രീതിയിൽ അവിടെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടിന്യൂ ചെയ്തു. ആൻഡ് ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ട് വരുന്നത് തൊട്ടടുത്തുള്ള ഒരു വില്ലേജിൽ ഒരു പെസൻറ്റിനെ വല്ലാതെ മാൽട്രീറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഗാന്ധിജി ആ പെസൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെടും ഒരു ആനപ്പുറത്ത്. അദ്ദേഹം പകുതി വഴി എത്തുമ്പോഴത്തേനും he had not proceeded far when the police superintendent's messenger overtook him and ordered him to return to town in his carriage. സോ അദ്ദേഹം പുറപ്പെട്ട് അധികം ദൂരം പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഓഫീസർ വരും. ഒരു ബ്രിട്ടീഷിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഓഫീസർ വന്നിട്ട് പറയും താങ്കൾ ഈ ഒരു യാത്ര നിർത്തിയിട്ട് തിരിച്ചു പോകണമെന്ന് പറയും. ഗാന്ധിജി കമ്പൈൽഡ്, ഗാന്ധിജി അത് സമ്മതിക്കും. ദ മെസ്സഞ്ചർ ഡ്രോവ് ഗാന്ധിജി ഹോം. ഇപ്പം വന്നത് ആനയുടെ മുകളിലാണെങ്കിലും ഈ മെസ്സഞ്ചർ വന്ന വണ്ടിയിൽ തന്നെ ഗാന്ധിജിനെ തിരിച്ചു കൊണ്ടാക്കും. വേർ ഹി സെർവ്ഡ് ഹിം വിത്ത് ആൻ ഒഫീഷ്യൽ നോട്ടീസ് ടു ക്വിറ്റ് ചമ്പാരൻ ഇമീഡിയറ്റ്ലി. ആ വീട്ടിൽ കൊണ്ടാക്കിയ ഉടനെ തന്നെ ഈ ഒരു മെസ്സഞ്ചർ അദ്ദേഹത്തിനൊരു ഒഫീഷ്യൽ നോട്ടീസ് കൊടുക്കും. അതിനകത്ത് എഴുതിയിരുന്നത് ഗാന്ധിജി എത്രയും പെട്ടെന്ന് ചമ്പാരൻ വിട്ട് പോകണം എന്നാണ്. ഗാന്ധിജി സൈൻഡ് എ റിസീറ്റ് ഫോർ ദ നോട്ടീസ് ആൻഡ് റൂട്ട് ഓൺ ഇറ്റ് ദാറ്റ് ഹി വുഡ് ഡിസൊബേ ദ ഓർഡർ. അദ്ദേഹം അത് സൈൻ ചെയ്ത് വാങ്ങിച്ചെങ്കിലും അതിൻ്റെ കൗണ്ടർ ഫോയിലായിട്ടാണ് എഴുതി ഞാൻ നിങ്ങളുടെ ഈ ഓർഡറിനെ ഡിസൊബേ ചെയ്യുന്നു, ഞാൻ ഈ ചമ്പാരൻ വിട്ടിട്ട് പോവില്ല. In consequence, Gandhiji received a summons to appear in the court the next day. അപ്പോൾ ബ്രിട്ടീഷിൻ്റെ റൂൾ സമ്മതിക്കില്ല എന്ന് ആരെങ്കിലും ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്താൽ അവർക്കെതിരായിട്ട് അറസ്റ്റ് വാറണ്ട് വരും. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാവാനുള്ള ഒരു സമ്മൻസ് ഗാന്ധിജിക്കും ലഭിച്ചു. All night Gandhiji remained awake. He telegraphed Rajendra Prasad to come from Bihar with influential friends. He sent instructions to the ashram. He wired a full report to Viceroy. So അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യും എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ പല ആൾക്കാർക്കും ടെലിഗ്രാഫ് വഴി മെസ്സേജ് അയച്ചു. രാജേന്ദ്ര പ്രസാദിനോട് എത്രയും പെട്ടെന്ന് ബീഹാറിൽ നിന്നും കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കൂട്ടുകാരെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. അഥവാ അദ്ദേഹം അറസ്റ്റ് ആയാൽ അവിടെ എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. അതേപോലെ തന്നെ അദ്ദേഹം വൈസ് റോയ്ക്ക് ഒരു ടെലിഗ്രാമും അയച്ചു. മോർണിംഗ് ഫൗണ്ട് ദ ടൗൺ ഓഫ് മോത്തിഹാരി ബ്ലാക്ക് വിത്ത് പെസൻസ്. പക്ഷേ ഈ ഒരു ന്യൂസ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യാൻ പോകണു എന്നുള്ള ന്യൂസ് തീ പോലെ പടർന്ന് മോത്തിഹാരി എന്ന് പറയുന്ന ആ ഒരു ടൗൺ നിറച്ച് പിറ്റേ ദിവസം ഫാമേഴ്സ് ഉണ്ടായിരുന്നു. ദ ഹോൾ പ്ലേസ് വാസ് കവേർഡ് വിത്ത് ഫാമേഴ്സ്. They did not know Gandhiji's record in South Africa. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി എന്താണ് ചെയ്തതെന്നുള്ളത്, ഡിസ്ക്രിമിനേഷൻ്റെ എതിരായിട്ട് പ്രവർത്തിച്ചതൊന്നും ഇവർക്ക് അറിയില്ല. They had merely heard that a Mahatma who wanted to help them was in trouble with the authorities. അവർക്ക് ആകെ കൂടി അറിയാവുന്നത് പെസൻസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വന്ന ഒരു മഹാത്മാ അവിടുത്തെ ബ്രിട്ടീഷ് അധികാരികളാൽ
ടോർച്ചർ ചെയ്യപ്പെടുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ആ ഒരു ന്യൂസ് കേട്ട് മഹാത്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും അവിടെ വന്നിരിക്കുന്നത്. Their spontaneous demonstration in thousands around the courthouse was the beginning of their liberation from fear of the British. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ വളരെ സ്വാഭാവികമായിട്ടും വളരെ ദൃഢവിശ്വാസത്തോടു കൂടി കണക്കിന് ആൾക്കാർ കോർട്ട് ഹൗസിന് ചുറ്റും വന്ന് തടിച്ചു കൂടാൻ തുടങ്ങിയപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്? ഈ പെസൻസിൻ്റെ ഉള്ളിൽ നിന്നും ബ്രിട്ടീഷിനെതിരായിട്ടുള്ള ഫിയർ, പേടി പോയി തുടങ്ങിയിരുന്നു. They all had become free from the fear of Britishers. The officials felt powerless without Gandhiji's cooperation. ഇപ്പോൾ ഗാന്ധിജിയുടെ കോപ്പറേഷൻ ഇല്ലാതെ ഇനിയിപ്പം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന് മനസ്സിലായി. ഹി ഹെൽപ്പ് ദം റെഗുലേറ്റ് ദ ക്രൗഡ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഗാന്ധിജി, ഹു വാസ് ഓൾവേസ് ഓൺ ദി പാത്ത് ഓഫ് നോൺ വയലൻസ്, അദ്ദേഹം അവിടെ വന്നിരുന്ന ക്രൗഡിനെ മാനേജ് ചെയ്തു. He was polite and friendly. He was giving them concrete proof that their might, hitherto dreaded and unquestioned, could be challenged by Indians. സോ അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഒഫീഷ്യൽസിനോട് പെരുമാറി. ആൻഡ് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇത്രയും കാലം നിങ്ങൾ അവരോട് ചെയ്ത പോലെയല്ല ഇപ്പം ഈ വന്ന് നിൽക്കുന്ന ആൾക്കാർ. അതായത് ഇത്രയും കാലം അവർ പേടിച്ച് നിന്നതാണ്. അവർ നിങ്ങളെ ഒരു കാര്യത്തിലും നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് അവരങ്ങനെയല്ല. ഇന്നവർ വളരെ ശക്തിശാലികളാണ്. അതുകൊണ്ട് അവർ ഇതുവരെ ചോദ്യം ചെയ്യാത്തതും ഇതുവരെ നിങ്ങളെ പേടിച്ചിരുന്ന പോലുമല്ല. ഇനി അവരെന്തും ചെയ്യാൻ റെഡി ആയിട്ട് വന്ന കുറച്ച് ആൾക്കാരാണെന്നുള്ളത് ഈ ഒഫീഷ്യൽസിനെ ഗാന്ധിജി അറിയിക്കും. The government was baffled. The prosecutor requested the judge to postpone the trial. Apparently, the authorities wished to consult their superiors. So, ഗവൺമെൻറ് ശരിക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു റിയാക്ഷൻ കണ്ടപ്പം ഗവൺമെൻറ്റിനാകെ കൺഫ്യൂഷനായി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സോ അവിടുത്തെ ആ പ്രോസിക്യൂട്ടർ റിക്വസ്റ്റ് ചെയ്തു, ഇപ്പോൾ ഈ ഒരു ട്രയൽ നടത്തരുത്, ഇതിനെ പോസ്റ്റ്പോൺ ചെയ്യണമെന്ന്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രോസിക്യൂട്ടേഴ്സും മറ്റ് ഒഫീഷ്യൽസും എന്ത് ചെയ്തു? അവരുടെ ഹയർ അതോറിറ്റീസുമായിട്ട് ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് സുപ്പീരിയേഴ്സിനടുത്തോട്ട് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. Okay, so I'm going to stop the first part of Indigo here. I will be finishing off the rest of the lesson in my second part.